സംശയം തോന്നിയാലും അവരോട് ചോദിക്കാം. അവരതിനെ കൃത്യമായിട്ടുള്ള മറുപടി തരുമായിരുന്നു. അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയ ഒരു ടീമായിരുന്നു. പിന്നെ പല സ്ഥലത്തിലാണ് ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഈ തൃപ്പൂണിത്തറ പാലസ് റോഡായിട്ട് ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ കാർ ഏതായാലും ഡ്രൈവർ ഏതായാലും ആരായാലും ഡ്രൈവർമാർ പറയാറുണ്ട്, അല്ലെങ്കിൽ കാറിലുള്ള വേറെ എല്ലാവരും പറയാറുണ്ട്, ഇത് മനസ്സിലായോ ഏതാണ് വീടുണ്ട്, ഇത് ഈ പാലസ് ഏതാണെന്ന് മനസ്സിലായോ, മാടമ്പിള്ളിയാണ്, തൃപ്പൂണിത്തറ പാലസാണ് എന്നൊക്കെ അവർ ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട്. ഇപ്പോൾ അത് തൃപ്പൂണിത്തറ പാലസ് ഒന്നുമല്ല, മ്യൂസിയം ആയിരിക്കുന്നു അല്ലേ. പക്ഷേ എല്ലാവരും പറയാറുണ്ട് അത് എൻ്റെ വീടാണെന്ന്, മാടമ്പിള്ളിയാണ് എന്ന് ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട്. അത്രയ്ക്ക് എല്ലാവരുടെ മനസ്സിലുണ്ട് മണിച്ചിത്രത്താഴും, പിന്നെ മാടമ്പിള്ളിയും സന്ധ്യയും ഗംഗയും ശ്രീദേവിയും. അവരോടൊപ്പം ഒരു ശ്രീദേവിയായി കഴിയാൻ കിട്ടിയതിൽ എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത് ടി വിയിൽ കാണുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വലിയ സ്ക്രീനിൽ തിയേറ്ററിൽ വെച്ച് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പഴയ കാലഘട്ടം അങ്ങനെ ഉള്ള ആൾക്കാരോട് എന്താണ് പറയുന്നത്? കാണണം. ഇപ്പോൾ 4K റെസൊല്യൂഷനിൽ പിന്നെ ഡോൾബി സൗണ്ട് ഇഫക്ട്സിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ടിക്കറ്റ് മേടിച്ചിട്ട് ഇതുപോലത്തെ ഒരു സിനിമ പിന്നെയും കാണണം. ഇതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നേരത്തെ ഒരു സക്സസ് ആയി കിട്ടിയിരിക്കുന്ന ഒരു സിനിമയാണ്, സൂപ്പർ ഹിറ്റ് ഫിലിമാണ്. ഇതിൻ്റെ റിലീസാണ്, പുതിയ ടെക്നോളജി. അപ്പോൾ ഇതിൻ്റെ ഒരു കൗതുകമുണ്ടാകും എങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഡബിൾ സക്സസ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം.